റബീഉൽ മാസത്തിൽ നമ്മുടെ കുട്ടികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദും പ്രസംഗവും പാട്ടും ആചരിച്ചിരുന്നു. നാം അത് ആവേശപൂർവ്വം കണ്ടിരുന്നു, കേട്ടിരുന്നു. ശേഷം റബീഉൽ ആഖിർ വരുമ്പോ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ റാത്തീബും മൗലിദും നമ്മുടെ പള്ളികളിലും മദ്രസകളിലും നാം പാരായണം ചെയ്യുകയും അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങളും അവിടുത്തെ 11 രാവിലുള്ള ദിക്റുകളും ചൊല്ലി അവിടുത്തെ നാം അനുസ്മരിച്ചിരുന്നു. അതിനുശേഷം ജമാഅത്തുൽ അവ്വൽ വരുമ്പോ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ശിഷ്യന്മാരിൽ പ്രമുഖരായ ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ നാം അനുസ്മരിക്കുകയാണ്. അവരെ അനുസ്മരിക്കുന്ന മാസം വരുമ്പോൾ അവരുടെ പേരിലുള്ള റാത്തീബുകൾ, റിഫാഇ റാത്തീബുകൾ നാം ചൊല്ലുകയാണ്. അതിന്റെ വാർഷികം 27ാം വാർഷികമാണ് ഈ പ്രശസ്തമായ മോർല എന്നുള്ള പ്രദേശത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങൾ അവർക്ക് നമുക്ക് തുടക്കത്തിലെ പ്രാരംഭ ദുആ ഇവിടെ നടത്തിത്തന്നു. ഇനിയും ഒരുപാട് പ്രഭാഷകന്മാർ, ഉസ്താദുമാർ നമ്മെ ഉപദേശിക്കാനുണ്ട്. ഷെയ്ഖ് റിഫാഇ തങ്ങളുടെ മദ്ഹുകൾ നമ്മെ ഉണർത്തിക്കൊണ്ട് സംസാരിക്കാനുണ്ട്. അവസാനം സയ്യിദ് മുത്തനൂർ തങ്ങൾ അവരുടെ ഭക്തി നിർഭരമായ ഉപദേശവും ദുആയും നടക്കാനുണ്ട്. അതിനു മുമ്പ് കൂടുതലായി സംസാരിച്ച് ഉദ്ഘാടന ഭാഷണം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ശിഷ്യരിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അവരെ അനുസ്മരിക്കുന്ന, അവിടുത്തെ മദ്ഹ് പറയുന്ന, അവിടുത്തെ റാത്തീബ് കൊണ്ടാടുന്ന ഈ മജ്ലിസിൽ നാം ചിന്തിക്കുക, റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രദേശങ്ങളിൽ, കേവലം ഈ നാടുകളിൽ മാത്രമല്ല മറ്റൊരുപാട് നാടുകളിൽ റിഫാഇ റാത്തീബുകൾ, റിഫാഇ മജ്ലിസുകൾ, റിഫാഇ ദഫ് റാത്തീബുകൾ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അവർ വഫാത്തായിട്ട് വർഷാവർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് നാം അവരെ അനുസ്മരിക്കുന്നു? എന്തുകൊണ്ട് അവർ ദിവസവും അല്ലാഹുവിലേക്ക് അടുക്കാൻ ചൊല്ലിയിരുന്ന ദിക്റുകൾ ഇപ്പോഴും നാം അനുസ്മരിച്ചുകൊണ്ട് ചെല്ലുന്നു? നമ്മുടെ ചുറ്റുഭാഗത്ത് കുറെ പള്ളികളുള്ള അൽമദീന എന്നുള്ള ഭാഗല്ലേ? കേൾക്കുന്നില്ലല്ലോ. അവർ അല്ലാഹു കൽപ്പിച്ചതുപോലെ ജീവിച്ചു. അല്ലാഹുവിൽ ലയിച്ചു ചേരാൻ വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട്, എല്ലാം മാറ്റിക്കൊണ്ട് ഇലാഹായ റബ്ബിലേക്ക് അവർ അടുത്തു. അല്ലാഹു കൽപ്പിച്ചത് മുഴുവനും അവരുടെ ജീവിതത്തിൽ പകർത്തി. കേവലം ഫർളായ നിസ്കാരം മാത്രമല്ല, സുന്നത്തായ നിസ്കാരം മാത്രമല്ല, ഫർളും സുന്നത്തുമായ അമലുകൾക്ക് പുറമെ മറ്റൊരുപാട് സുന്നത്തുകളെ കൊണ്ട് യജമാനനായ റബ്ബിലേക്ക് അവർ അടുത്തു. അടുത്തടുത്തടുത്ത് ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരടിമയെ ഞാൻ സ്നേഹിച്ചു, ഒരടിമ സുന്നത്തായ അമലുകളെ കൊണ്ട് എന്നിലേക്ക് അടുത്തടുത്ത്, അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന ചെവി ഞാനാകും, ആ അടിമ പിടിക്കുന്ന കൈ ഞാനാകും, ആ അടിമ നടന്നു പോകുന്ന കാല് ഞാനാകും. എന്നോട് അവൻ എന്ത് ചോദിച്ചാലും അവനിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അത് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ, അല്ലാഹുവിലേക്ക് അടുത്ത മഹാന്മാരായ സച്ചരിതരായ ആളുകളെ കുറിച്ചാണ്. കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരാണല്ലോ ഷെയ്ഖ് ജീലാനി തങ്ങൾ, ഷെയ്ഖ് റിഫാഇ തങ്ങൾ. അവർ വലിയ മർത്തബകൾ, വലിയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ മഹാനാണ്. തന്റെ ശിഷ്യന്മാരോടുകൂടെ മഹാനായ ഷെയ്ഖ് റിഫാഇ തങ്ങൾ
റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ കൂടി യാത്ര പോകുന്ന സമയത്ത് അല്പം കുനിഞ്ഞുകൊണ്ട് ചില സ്ഥലത്ത് മഹാനായ ശൈഖ് റിഫായി തങ്ങൾ നിന്നുകൊണ്ട് ശിഷ്യന്മാരോട്, ബഹുമാനപ്പെട്ട എസ് കെ ഖാദർ ഹാജി പഞ്ചായത്ത് പ്രസിഡന്റ് വാസടക്കം ഉള്ള ആളുകളൊക്കെ നമ്മളുടെ ഈ വേദിയെ ധന്യമാക്കാൻ എത്തിയിട്ടുണ്ട്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ ഉദ്ഘാടന ഭാഷണം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല, നിർത്തുകയാണ്. ഒരുപാട് ആളുകളെ ഇവിടെ സംസാരിക്കാനുണ്ട്, ഉപദേശം പറയാനുണ്ട്, വഅദ് പറയാനുണ്ട്. ശൈഖ് റിഫായി തങ്ങളവറുകളോട് ശിഷ്യന്മാർ ചോദിച്ചു, ശൈഖ് അവറുകളെ, നാം യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ നിങ്ങൾ അല്പസമയം ഇവിടെ കുനിഞ്ഞല്ലോ, എന്താണ് ഇതിന്റെ വിശേഷം? മഹാനായ ശൈഖ് റിഫായി തങ്ങൾ പറഞ്ഞു, എന്റെ ശൈഖായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അങ്ങകലെ ബഗ്ദാദിൽ നിന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എല്ലാ ഔലിയാക്കളുടെ മുകളിലും എല്ലാ ഔലിയാക്കളുടെ സ്ഥാനത്തിന്റെ മുകളിൽ വലിയൊരു സ്ഥാനം അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ ഔലിയാക്കൾ മുഴുവനും ഖുത്ബുൽ അഖ്താബ് എന്ന വ്യത്യസ്ത കാറ്റഗറികളിലുള്ള ഔലിയാക്കൾ. ഒരുപാട് ഖുത്ബുകൾ അഖ്താബുകൾ വ്യത്യസ്ത കാറ്റഗറികളാണ്. നമുക്കറിയാം, നാം ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. ബിസിനസ് ക്ലാസുകളുണ്ട്. ഇങ്ങനെ ഔലിയാക്കൾ ലോകം വിശാലമായ ലോകമാണ്. നമുക്ക് സംസാരിച്ച് തീർക്കാൻ കഴിയില്ലത്രത്തോളം വിശാലമായ ലോകം. അല്ലാഹുവിലേക്ക് എത്രത്തോളം അടുത്തുവോ അവരുടെ അടുപ്പം കൂടുകയാണ്. അങ്ങനെ ഖുത്ബുകൾ, ആ വ്യത്യസ്ത രൂപത്തിലുള്ള അഖ്താബുകളുടെ വലിയ നേതാവായി ശൈഖ് ജീലാനി തങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. ആ ശൈഖ് ജീലാനി തങ്ങൾ വലിയൊരു പ്രഖ്യാപനം അങ്ങകലെ ബഗ്ദാദിൽ നടത്തിയിട്ടുണ്ട്. എല്ലാ അഖ്താബുകളുടെ ചുമലിന്റെ മുകളിൽ എന്റെ കാൽ അഥവാ അവനേക്കാൾ വലിയ സ്ഥാനം എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെന്നുള്ളൊരു പ്രഖ്യാപനം അങ്ങകലെ ബഗ്ദാദിൽ വെച്ച് ശൈഖ് ജീലാനി തങ്ങൾ പ്രഖ്യാപിച്ചപ്പോ വഹൈമിദു മിൻഹും, ഈ ചെറിയ കുഞ്ഞഹമ്മദ് മക്കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് ഞാനത് സമ്മതിക്കുന്നു. ശിഷ്യന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, വളരെ ദൂരത്തുനിന്ന് ശൈഖ് ജീലാനി തങ്ങൾ വലിയൊരു പ്രഖ്യാപനം നടത്തിയപ്പോ അത് കേൾക്കാനുള്ള ചെവി ശൈഖ് ജീലാനി ശൈഖ് റിഫായി തങ്ങൾക്കുണ്ടായി. എന്തുകൊണ്ട് കിട്ടിയത്? കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹാ, ആ അടിമ കേൾക്കുന്ന കേൾവി ഞാനാകും, ആ അടിമ കാണുന്ന കണ്ണ് ഞാനാകും, ആ അടിമ പിടിക്കുന്ന കൈ ഞാനാകും, ആ അടിമ നടന്നു പോകുന്ന കാല് ഞാനാകും. ഇതിന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ മഹാന്മാർ വ്യത്യസ്ത തഫ്സീറുകൾ, വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ദൂരെയുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും അവർക്ക് സാധിക്കും. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് വളരെ നിമിഷ നേരം കൊണ്ട് എത്തിപ്പെടാൻ അവർക്ക് സാധിക്കും. ദൂരെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള കഴിവ് അല്ലാഹു അവർക്ക് നൽകും. ആ മഹാന്മാരനുസ്മരിക്കുന്ന വേദിയാണ്. റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആ ശൈഖ് ജീലാനി തങ്ങൾ, ശൈഖ് റിഫായി തങ്ങൾ, അവർ ഓരോ ദിവസങ്ങളും 1000 അതിലധികം ദിക്റുകൾ ചൊല്ലി. ആ ചൊല്ലിയ ദിക്റിലാണ് നാം വർഷത്തിലൊരിക്കൽ നാം നമ്മുടെ പള്ളികളിൽ വളരെ കുറഞ്ഞ രൂപത്തിൽ ചൊല്ലുന്നത്. അവർ അല്ലാഹുവിലേക്ക് ലയിച്ച് അവർ ഉറക്കെ ചൊല്ലി ലാ മഅബൂദ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന അർഹൻ യജമാനനായ റബ്ബേ നീ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊരുപാട് തവണ ഇവർ ചൊല്ലി. ഹാ ഹു ഹീ ഹയ്യുൻ, ഈ ദിക്ർ അവർ ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി, അതിന്റെ ഷോർട്ട് ഫോമാണ്. അവർ ഇങ്ങനെ ചൊല്ലി 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 എല്ലാം മറന്ന് അല്ലാഹുവിലേക്ക് ലയിച്ച് ചെല്ലുമ്പോൾ ലാ ഇലാഹ അത് മാത്രം കേട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി, അതാണ് ഹാ ഹു ഹീ ഹയ്യുൻ, ഹാ ഹു ഹീ ഹയ്യുൻ. എല്ലാം യജമാനനായ റബ്ബിലേക്ക് സമർപ്പിച്ചു. അല്ലാഹുവിലേക്ക് ലയിച്ച മഹാന്മാരാണത്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് അവരെ കാണാനും പരിചയപ്പെടാനും അവർ പോകുന്ന സ്വർഗ്ഗത്തിൽ അവരെ പിന്നിൽ അണിനിരക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ആ ശൈഖ് റിഫായി തങ്ങൾ, ഞാൻ സംസാരം നിർത്തുകയാണ്.
ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങളോട് തന്നില്ലാത്ത മഹബ്ബത്ത്. സാലിഹീങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ, അവരുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ, അവർ വലിയ മർത്തബകളിലും വലിയ സ്ഥാനങ്ങളിലും എത്തിയത് ബിമഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മഹബ്ബത്ത് കൊണ്ടാണ്, തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ്. അവർ സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിലേക്ക് അലിഞ്ഞു ചേർന്നവരാണ്. ബഹുമാനപ്പെട്ട റിഫായി തങ്ങൾ പരിശുദ്ധ മദീനയിൽ ഹബീബായ തങ്ങളുടെ മുമ്പിൽ പോയി കരയുകയാണ്. ഫിഹാലത്തിൽ മൗദി റൂഹി കുന്തു ഉസ്ലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി فهذه نوبة الأرواح قد حضرت فامدد يدك تحظى بها شفتي. ഓ ഹബീബായ നബിയേ, ഞാൻ എൻ്റെ നാട്ടിലായിരിക്കുമ്പോൾ അങ്ങേക്ക് ഞാൻ സലാം ചൊല്ലാറുണ്ട്, അങ്ങയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഇപ്പോൾ അഹ്മദുൽ കബീർ എന്ന ഞാൻ അങ്ങയുടെ അരികിൽ വന്നിട്ടുണ്ട്. അങ്ങയോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ രൂഢമൂലമാണ്. അവിടുത്തെ തിരുസുന്നത്തിന്റെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, പകർന്നു കൊടുക്കുന്നുണ്ട്, ധാരാളം സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നബിയേ. എന്റെ ഒരു ആഗ്രഹമാണ്, എന്റെ ഒരു അഭിലാഷമാണ്, അങ്ങത്ത് വലത്തെ കൈ, അങ്ങയുടെ കൈ പരിശുദ്ധ റൗളയിൽ നിന്ന് എനിക്ക് നീട്ടിത്തരണം. എന്തിനു വേണ്ടി? എനിക്ക് മതിവരവോളം ചുംബനം കൊടുക്കാൻ വേണ്ടി. ഇത് ഇഷ്കിന്റെ ഭാഷയിൽ പരിശുദ്ധ മദീനയിൽ വെച്ച് റിഫായി തങ്ങൾ പറഞ്ഞപ്പോൾ فهذه نوبة الأرواح قد حضرت فامدد يدك لكي تحظى بها شفتي. ഒന്നെന്റെ ചുണ്ട് വെച്ചുകൊണ്ട് മുത്തം കൊടുക്കട്ടെ നബിയേ എന്ന് ഇഷ്കിന്റെ ഭാഷയിൽ ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ ഖബർ പിളരുകയാണ്. കൂടെ നിന്നവർക്ക് അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് ഹബീബായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈനീട്ടി കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട റിഫായി തങ്ങൾ അവർക്ക് എന്തൊരു വലിയൊരു മഹാനാണ്. ആ മഹാനെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹാന്റെ പേരുള്ള റാത്തീബാണ് ഈ മോർല പ്രദേശത്ത് നാം വർഷത്തിൽ നടത്തുന്നത്. അതിന്റെ ആവേശമാണ്, അതിന്റെ അലയൊലിയാണ് ഈ കാണുന്ന ലൈറ്റുകളും ഈ അലങ്കാരങ്ങളും ഈ സമ്മേളനവും ഈ കാണുന്ന ചെറിയ മക്കളുടെ, വിദ്യാർത്ഥികളുടെ, സഹോദരന്മാരുടെ, പ്രായം ചെന്നവരുടെ, സഹോദരന്മാരുടെ, സഹോദരിമാരുടെ ആവേശം. നമുക്കൊരു അമലുമില്ല. ആ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മാസം വരുമ്പോ, ഷെയ്ഖ് റിഫായി തങ്ങളുടെ മാസം വരുമ്പോ അവരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടിപ്പറഞ്ഞ് റാത്തീബിൽ കൂടി, മൗലിദിൽ കൂടി നമുക്ക് അവർ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഹബീബായ മുത്തു റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കാണുന്ന അലങ്കാരങ്ങളും സന്തോഷവും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ വളരെ പ്രയാസപ്പെട്ടിട്ടും ഈ മഹത്തായ സ്റ്റേജിലേക്ക് വന്ന അദ്ദേഹം ഉണ്ട്. അൽമദീനയുമായി ഇവിടെയുള്ള നാട്ടുകാര്, ചെറുപ്പക്കാർ, യുവാക്കൾ, കുട്ടികളെല്ലാവരും അൽമദീന സ്ഥാപനവുമായി വലിയ മഹബത്തുള്ളവരാണ്. ഏത് വിഷയം വരുമ്പോൾ ഓടിയെത്തുന്നവരാണ്. ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞങ്ങളെയൊക്കെ ഇവിടെ എത്തിച്ചിട്ടത്. കേവലം ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള ഏകദേശം ഉസ്താദുമാരും ഈ വിഷയത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി, അഥവാ ഇവിടെ സന്തോഷം അറിയിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സിന് നിങ്ങൾ അൽമദീനയോട് കാണിക്കുന്ന മഹബത്ത് അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള മഹബത്താക്കി നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്നുള്ള മഹത്തായ വാക്യത്തോടു കൂടി ഈ കാര്യക്രമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.